വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇത് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ സ്പെഷ്യലൈസേഷൻ ഇൻ സൂപ്പർവിഷൻ എന്ന് പറയാം. എ വർക്കർ റിസീവ് ഗൈഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ലൈക്ക് സ്പീഡ് ബോസ്, ക്വാളിറ്റി ഇൻസ്പെക്ടർ എക്സെട്ര. ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് നോക്കോളൂ. ഇവിടെ ഫാക്ടറി മാനേജർ ഉണ്ടാവും. സോ എഗെയിൻ നമ്മുടെ മാനേജ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലാനിങ് ഇൻചാർജ്, പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന്. സോ ഇവിടെ പ്ലാനിങ് ഇൻചാർജിൽ തന്നെ 4 സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജിൽ 4 സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. സോ ഇവർ എല്ലാവരും നമ്മുടെ ഈ വർക്ക്മാൻ അല്ലെങ്കിൽ വർക്കറിനെ ഗൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇതിലൂടെ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സൂപ്പർവൈസ് ചെയ്യുന്നതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഇതെന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ വർക്കിൽ ടൂൾസ് ആണെങ്കിലും, യൂസ് ചെയ്യുന്ന ടൂൾസ് ആണെങ്കിലും, മെത്തേഡ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ അവിടെ വർക്കിംഗ് കണ്ടീഷൻ, ടൈം, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. സോ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഒരു വർക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. സോ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ആക്ച്വൽ വർക്ക് എങ്ങനെയാണ് നടന്നു പോകുന്നത്, നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ട് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനും അതിൽ വല്ല മാറ്റങ്ങളോ ഡിലേയോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും നമുക്ക് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അതായത് ഒരു വർക്കിലെ അൺനെസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. സോ ഇതും വർക്ക് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് മെത്തേഡാണ് മെത്തേഡ് സ്റ്റഡി. ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡിങ് ദ ബെസ്റ്റ് വേ ടു പെർഫോം എ ജോബ്. ഒരു ജോബ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് കണ്ടെത്തുക, അതിൽ പഠനം നടത്തുക, അത് കണ്ടെത്തുക, അത് യൂസ് ചെയ്യുക. സോ നമുക്കവിടെ ആ ജോബ് ഏറ്റവും ബെസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഫോർത്ത് വൺ, മോഷൻ സ്റ്റഡി. സ്റ്റഡിയിങ് മൂവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ടു റിമൂവ് അൺനെസറി മോഷൻ. ഇവിടെ ഇൻറ്റേർണലി വർക്കേഴ്സിനെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ വർക്കിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ കുറയുമില്ലേ? സോ ആ മൂവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സിനെ കുറിച്ച് കറക്റ്റായിട്ട് സ്റ്റഡി നടത്തുകയാണ് മോഷൻ സ്റ്റഡി ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ടൈം സ്റ്റഡി. എന്താണ് ടൈം സ്റ്റഡി? ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ എത്ര ടൈം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. സിക്സ്ത് വൺ, ഫാറ്റിഗ്യൂ സ്റ്റഡി. ഇവിടെ എന്താ പറയുന്നത്? ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതിനിടയിൽ വർക്കേഴ്സിന് റെസ്റ്റ് ഇൻ്റർവെൽസ് ആവശ്യമാണല്ലോ. സോ എത്ര ടൈം റെസ്റ്റ് വേണം, ഏതൊക്കെ ഗ്യാപ്പിലാണ് റെസ്റ്റ് വേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഫാറ്റിഗ്യൂ സ്റ്റഡി. സെവൻത്ത് വൺ, ഡിഫറൻഷ്യൽ പീസ് ആൻഡ് വേജ് സിസ്റ്റം. ഇവിടെ ഓരോ വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസി അനുസരിച്ചിട്ടാണ് വേജസ് പേ ചെയ്യേണ്ടത്. കൂടുതലായി പ്രൊഡക്ടിവിറ്റി ഉള്ള വർക്കേഴ്സിന് കൂടുതൽ വേജസും, കുറവ് വർക്ക് ചെയ്യുന്നവർക്ക് കുറവ് വേജസും പേ ചെയ്യുക. ഈ 7 ടെക്നിക്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.